മക്കളെ സൗണ്ടില്ലാതെ എന്ത് ബുള്ളറ്റടാ മോനെ ഇതാ ഇവനാണാ മിനി കൂപ്പർ. ഇവനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെട്ടിയും പുകയും മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആ മിനി കൂപ്പറിനെ വെച്ച് നോക്കിയാണ് 500 സെറ്റ് ചെയ്യാം. അപ്പോൾ അതായത് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ മിനി കൂപ്പറിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇപ്പോൾ കേൾപ്പിച്ചു തരാം. വെടിയും പുകയൊക്കെ ഇത് കണക്ക് വരും. പക്ഷേ സൗണ്ടൊക്കെ നൈസായിരിക്കും. വണ്ടി കുറച്ചുകൂടെ പെർഫോമൻസ് ഒക്കെ കൂടും. കാണാനും അടിപൊളിയായിരിക്കും. ഇവനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെട്ടിയും പുകയും തീയും കാണും. അങ്ങനത്തെ ഒരു അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് ബോർഡിലാണ്, ഫിൽറ്റർ ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൗണ്ടിന് എങ്ങനെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫിൽറ്റർ ഉള്ളതിൻ്റെ അത് വെച്ച് നോക്കാം. അപ്പോൾ അതേ ഇവനാണ് നമ്മുടെ ഷോർട്ട് ബോട്ടിൽ തന്നെ ഫിൽറ്റർ ഉള്ള ഇൻഡൂരി. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച് നോക്കാൻ പോകുന്നത്. ഇവനെ വെച്ച് കഴിഞ്ഞാൽ വലിയ ഓവർ സൗണ്ട് കാണില്ല, എന്നാലും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവൻ തരും. അപ്പോൾ നമുക്ക് ഇവനെ വെച്ച് നോക്കാം. അതേ നമ്മുടെ സൈലൻസർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നോക്കാം ഇനി സൗണ്ട് എങ്ങനെ ഉണ്ടോ. ഇൻഡൂരിയുടെയൊക്കെ സൗണ്ട്. അപ്പോൾ ഇത് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ പഴയ ബുള്ളറ്റുമായിട്ട് സാമ്യമുള്ളൊരു സൗണ്ടാണ് നമുക്ക് ഈ കിട്ടുന്നത്. അപ്പോൾ ദേ ഇവനാണ് നമ്മുടെ മാസ്റ്റർ കോപ്പി എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ സൈലൻസർ. അപ്പോൾ ഇവൻ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫിൽറ്റർ ഇല്ലാത്തതാണ്. ഇതിൻ്റെ സൗണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഇല്ലാത്ത സൈലൻസർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. മാസ്റ്റർ കോപ്പിയാണ്. ഇതിപ്പോൾ കമ്പനി എങ്ങനെയാണ് തരുന്നത് അതേ കണക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് കോപ്പി സൈലൻസറിൻ്റെ സൗണ്ട്. അതേ ഇവനാണ് നമ്മുടെ ഫിൽറ്ററുള്ള സൈലൻസർ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിൽറ്ററുള്ള കോപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ വെക്കുവാണ്. സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മളെ ഫിൽറ്ററുള്ള കോപ്പി സൈലൻസർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മറ്റേ ഓപ്പൺ ടൈപ്പിൻ്റെക്കാട്ടിയും കുറച്ചുകൂടെ സൗണ്ട് കുറവായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈലൻസറാണ്. അപ്പോൾ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു മീഡിയം സൗണ്ട് തരുന്നതാണ്. ചിലർക്ക് ഇത് വളരെ സൗണ്ട് കുറവായിട്ട് തോന്നും. അങ്ങനെയുള്ളവരൊന്നും ഇത് വാങ്ങിച്ച് വെക്കരുത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഏത് സൈലൻസർ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ റസ്റ്റ് കാര്യങ്ങൾ വരുന്നൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതെല്ലാം മാർക്കറ്റിൽ ഒരുവിധം ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും വാങ്ങിച്ച് വെക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ്. റെയറായിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഒന്നും നമ്മൾ വീഡിയോ ചെയ്തില്ല എന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ നമ്മൾ അതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരുവിധം ബഡ്ജറ്റ് റേഞ്ചിലുള്ള ആൾക്കാർ എപ്പോഴും യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള സൈലൻസറിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്തിരിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ സൈലൻസർ വാങ്ങിച്ച് വയ്ക്കാൻ നേരത്ത് നിങ്ങൾ സിൽവർ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ അത് രണ്ടാമത് റസ്റ്റ് വരുന്ന സമയത്ത് പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എത്ര സ്റ്റീലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് കോട്ട് മാത്രമേ അവർ തരുള്ളൂ നമ്മുടെ ഈ പ്ലേറ്റിങ്ങിന്. അപ്പോൾ അത് നിങ്ങൾ തുരുമ്പെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 2000 രൂപയ്ക്ക് ഒരു സാധാ ഒരു പ്ലേറ്റഡ് സൈലൻസർ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലേറ്റ് ചെയ്യാനായിട്ട് 2000 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്ലേറ്റിങ്ങും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ സൈലൻസറിന് 14,000 രൂപ വില വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബേസ് കോട്ടായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ആഫ്റ്റർ മാർക്കറ്റ് സിൽവർ സൈലൻസറിൽ കിട്ടുന്നത്. ഒരു ബേസ് പ്ലേറ്റഡ് സാധനമായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തുരുമ്പെടുക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ സൈലൻസർ വാങ്ങിക്കുന്നത്. അല്ല ഷോപ്പിൽ പോയി സൈലൻസർ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് സാധനം തുരുമ്പിച്ചിട്ടൊന്നും ഷോപ്പിൽ പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. നിങ്ങൾക്ക് റസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്ത് നല്ല ക്രിലുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബ്ലാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലാക്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലാക്കും സിൽവറും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ബ്ലാക്ക് വണ്ടികൾക്ക് മാത്രമാണ് ബ്ലാക്ക് പൊതുവെ വയ്ക്കുന്നത്. പക്ഷേ ഈ തുരുമ്പിൻ്റെ കാര്യം ഉള്ളതുകൊണ്ട് ചിലർ സിൽവർ ബെൻഡ് വൈപ്പുള്ള വണ്ടിയിൽ ബ്ലാക്ക് സൈലൻസർ വയ്ക്കുന്നുണ്ട്. ബ്ലാക്ക് ആണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. എന്തെങ്കിലും പ്രശ്നം ചെറിയ രീതിയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെയിൻറ്റ് ഫെയ്ഡിങ് ഒക്കെ അതെന്തായാലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എവിടെയെങ്കിലും ലോക്കലിൽ പെയിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മക്കളെ വെടിയും പുകയൊക്കെ കാര്യമാണ്, ശരിയാണ്. പക്ഷേ അതെല്ലാം നിങ്ങളെ സ്വന്തം റിസ്കിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തി വെച്ചിരിക്കണം. പിന്നെ എങ്ങനെ ലൈക്ക് അടിച്ച് പൊളിച്ചേരാം, ഷെയർ ചെയ്തോ. ഓക്കെ.